ആറാട്ടുപുഴ സ്റ്റൈൽ കരിമീൻ മപ്പാസ് ഉണ്ടാക്കാം. ഇത് ഇക്കയുടെ ഉമ്മയുടെ റെസിപ്പിയാണ്. ഉമ്മയ്ക്ക് ഉമ്മയുടെ മദറിനെ പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ്. സോ ഇത് തലമുറകളായി കൈമാറ്റം ചെയ്തു വന്ന ഒരു റെസിപ്പിയാണ്. ആറാട്ടുപുഴ സ്റ്റൈൽ എന്ന് പറയാൻ കാരണം ഞാൻ മപ്പാസ് കഴിച്ചിട്ടുള്ളത് മീൻ പൊരിച്ചിട്ട് കറി വയ്ക്കുന്നതാണ്. പക്ഷേ ഇവിടെ പൊരിച്ചിട്ടല്ല, മീൻ പച്ചയായിട്ട് തന്നെയാണ് കറിയിലേക്ക് ഇടുന്നത്, അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട്. ആദ്യം 3 മീഡിയം സൈസ് കരിമീൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുക്കുക. കരിമീൻ മാത്രമല്ല കേട്ടോ, നെയ്മീൻ, ആവോലി ഒക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് ഒരു ചട്ടിയിലേക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിക്കുക. ആട്ടിയതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായി വരുമ്പോഴേക്കും 3 മീഡിയം സവാള അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, 6-7 പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റുക. സവാള ഒരു ഇളം ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റണം. ആ സവാള വഴറ്റുന്ന കളർ ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. സവാള അത്യാവശ്യം നന്നായിട്ട് വഴറ്റണം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുക്കണം. ഒരു 1/2 ലിറ്ററോളം പാല് വരുന്ന രീതിയിൽ പിഴിഞ്ഞെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഗ്രേവി. എന്നിട്ട് 5 മുതൽ 6 കഷ്ണം വരെ കുടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. പുളി മുന്നിട്ട് നിൽക്കണം ഈ കറിക്ക്. സവാള വഴണ്ട് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു, പുളി ഇട്ടു, ഉപ്പിട്ടു, എന്നിട്ടൊന്ന് ഇളക്കി തിളയ്ക്കാൻ വേണ്ടി വെക്കുക. പാല് തിളയ്ക്കുമ്പോഴേക്കും ഫിഷ് ആഡ് ചെയ്യുക. എന്നിട്ടൊരു 5 to 6 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. കരിമീൻ ആയതുകൊണ്ട് അധികം വേവില്ല, ഒരുപാട് വേവിച്ചാൽ ഉടഞ്ഞു പോകും. കഴിഞ്ഞു പണി. ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക, ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി. ഈ കറി കുറച്ച് സമയം ഇരുന്നതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോംബോ ആണ്. ഈ കറി കഴിക്കുമ്പോൾ മീനിൻ്റെ ടേസ്റ്റ്, കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. ഒരുപാട് മസാലയൊന്നുമില്ലാതെ ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ഒരു ബെസ്റ്റ് ടേസ്റ്റാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.